ഞാൻ ലാലേട്ടൻ്റെ കൂടെ തന്നെ, ഞാൻ ബിഗ് ബ്രദറിൽ ലാലേട്ടൻ്റെ കൂടെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് വലിയൊരു എൻ്റെ ലൈഫിൽ വലിയൊരു സംഭവമായിരുന്നു. നമ്മൾ ബിഗ് ബ്രദറിൽ ഒരു കല്യാണ സീൻ, പാട്ടൊക്കെ സീൻ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പിള്ളേരെല്ലാം കൂടെ സെൽഫി എടുക്കുമ്പോൾ ലാലേട്ടൻ അങ്ങ് ബാക്കിൽ നിന്ന് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ലാലേട്ടൻ ആ ദൂരെ ഇങ്ങനെ പെട്ടിട്ടുണ്ടോ, നമുക്ക് അന്ന് ലാലേട്ടനൊക്കെ കാണാൻ തന്നെ വലിയ സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ആൾക്കാർ പറഞ്ഞു, നമ്മളിട്ടു ദേ ബാക്കിൽ ലാലേട്ടൻ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, അത് സുഹൃത്ത് എന്ന് പറയാം, പുള്ളിക്കാരൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പ് ഇട്ടിട്ട് എന്നെ കളിയാക്കി, ഓടാ ലാലേട്ടന് നിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാത്ത തന്നെ അങ്ങ് നാണക്കേടായി എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് വേറെ ലാലേട്ടൻ്റെ കൂടെ വേറൊരു ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കര വാശിയായി, എങ്ങനെയും ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ നമ്മൾ പെട്ടെന്ന് നമുക്ക് പോയി ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ലാലേട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടും കൽപ്പിച്ച് ലാലേട്ടൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ലാലേട്ടൻ പറഞ്ഞു, മുന്നേ പുറത്ത് പോയി ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു. പുറത്ത് ലൈറ്റ്, ഇവിടെ ലൈറ്റ് ഇല്ല, പുറത്ത് പോയി ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു. അവിടെ പോയി ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ട് ഈ ഫോട്ടോ എടുത്ത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടു, വീണ്ടും ഗ്രൂപ്പിൽ ഇട്ടാ ഇപ്പോൾ ശരിയായി എന്നുള്ള രീതിയിൽ. അതൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെയും അത് മോട്ടിവേഷൻ എന്നുള്ള രീതി പറയുവാണെങ്കിൽ പിന്നെ വരുന്ന കാലത്ത് ബിഗ് ബോസിൽ വന്നു. ഇപ്പൊ ലാലേട്ടൻ അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാം. ആ ഒരു ലെവലിലേക്ക്